ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മുട്ട ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോറിനും ചപ്പാത്തിക്കും ദോശക്കും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി ഒന്ന് കുത്തി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സവാളയാണെങ്കിൽ ഒന്ന് തന്നെ ചേർത്താൽ മതിയാവും. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് തന്നെ കളറ് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. കളറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് സവാള വാട്ടിയെടുക്കണം. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, 2 പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വാടി കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാലപ്പൊടിയുടെ പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക്, മല്ലിയില ഈ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു തക്കാളിയുടെ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചേർത്തെടുത്തിട്ടുള്ള പേസ്റ്റൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ മാത്രം 3 ടേബിൾ സ്പൂണോളം ചേർത്തെടുത്താൽ മതി. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളൊക്കെ ചേർത്തെടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താം. ഒരിക്കലും പുളി കൂടി പോവരുത്. നമ്മൾ തക്കാളിയൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ തൈര് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഒരു ഗ്രേവി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഒരു 3 കോഴിമുട്ട പുഴുങ്ങി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ടിൽ. ഒരു മുട്ട ഏകദേശം ഒരു 3-4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേവി ഒരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മുട്ടയിൽ ഈ മസാലയൊക്കെ പിടിക്കുന്നത് വരെ നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോൾ
നമ്മുടെ ഗ്രേവിയൊക്കെ ഒരു ഏകദേശം ഒന്ന് വറ്റി വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അധികം ഉടഞ്ഞു പോവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ മേലെ കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശക്കും ഇടിയപ്പത്തിനും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ താഴെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്തായാലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.